എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോയിട്ട് 1 മാസം കൊണ്ടും 15 ദിവസം കൊണ്ടും എന്തിനധികം 1 ദിവസം കൊണ്ടും എനിക്കിത് മതിയായി, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇതിൽ ഒരു കാരണം എന്താണെന്നറിയോ? പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിച്ച കുട്ടികൾ അവർ നല്ല പെർസെൻറ്റേജ് മാർക്സ് വാങ്ങിയിട്ടുണ്ടാവും പബ്ലിക് എക്സാമിന്. അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും അവർക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായിട്ട് അറിയാം, ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്കോറിലെത്തും എന്നൊരു വിശ്വാസത്തിലാണ് അവർ ഈ റിപ്പീറ്റ് കോച്ചിങ്ങിന് പോകുന്നത്. റിപ്പീറ്റ് കോച്ചിങ്ങിൻ്റെ ക്ലാസ്സിൽ എത്തുമ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ അവർക്കൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഈ അധ്യാപകർ പഠിപ്പിക്കുന്നതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവരുടെ കൂട്ടത്തിൽ മറ്റ് സിലബസുകളിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടികളുണ്ട്, ബേസ് നല്ല സൂപ്പർ സ്ട്രോങ് ആയ പിള്ളേരുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്ന പിള്ളേരുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്ന പിള്ളേരുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെയാണ് ഇവരും ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഫീൽ ചെയ്യും, അയ്യോ എനിക്കൊന്നും അറിയില്ല. അപ്പം തന്നെ ഇങ്ങോട്ട് കോൺഫിഡൻസ് പോകും. ഈ ഒരു കാര്യം പറയാനുള്ളതേ, ആദ്യത്തെ ഒരു 1-2 മാസം ഇതൊരു ട്രബിൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ആ സിസ്റ്റത്തിനോടൊന്ന് ചേരാൻ. അപ്പോഴത്തേനും വിട്ടുകൊടുക്കല്ലേ. നിങ്ങൾ എന്തും വിചാരിച്ചിട്ടാണ് പോയത്? നന്നായിട്ട് പഠിക്കണം, എഫേർട്ട് ഇടേണ്ടി വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയല്ലേ പോയത്. പിന്നെ എന്തിനാണ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ ആ ഒരു എനർജി അങ്ങ് ചോർന്നു പോകുന്നേ? നിങ്ങളെ കൊണ്ട് പറ്റും. കൂടെയുള്ളവരെ കണ്ട് പേടിക്കല്ലേ. അവരും നിങ്ങളെപ്പോലെ തന്നെ ആയിരുന്നു പണ്ട്. അവർക്കും അവരെക്കുറിച്ച് വിശ്വാസമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് അവർ ക്രോസ് ചെയ്തു. നിങ്ങളത് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ഇട്ടിട്ട് പോകരുത്. ഇനി പഠിച്ചു തുടങ്ങി നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യം വരികയാണ് ഇത് നടക്കുന്ന കാര്യമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദാറ്റ്സ് അനദർ കേസ്. പക്ഷെ ഞാൻ കാണുന്ന ചില കേസുകൾ എന്ന് പറയുന്നത് കുട്ടികൾക്ക് അത് ശരിക്കും ഒന്ന് പിടിച്ചു നിന്നാൽ പറ്റും, പക്ഷെ അത് ആദ്യമേ അങ്ങ് വിട്ടുകളയാണ്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഒന്ന് ആലോചിക്കണം, നന്നായി ആലോചിക്കണം. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.